നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈയൊരു എന്താ പറയാ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇഗ്നോ MA സൈക്കോളജി പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ പ്രശ്നപരിഹാരത്തിലെ തടസ്സങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ നോക്കാനാണിന്ന് ശ്രമിക്കുന്നത്. പ്രധാനമായും ബ്ലോക്ക് 4 യൂണിറ്റ് 4ൽ പറയുന്ന ഒരു കാര്യം, അതായത് ഒരു പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, അത് പൂർണ്ണമല്ലാത്തതോ ചിലപ്പോൾ തെറ്റായതോ ആവുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തടസ്സമാവുന്നത്. ശരിയാണ്. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ ആദ്യം മനസ്സിലതിൻ്റെ ഒരു ചിത്രമുണ്ടാക്കിയെടുക്കുമല്ലോ. അതെ. ആ ചിത്രം അല്ലെങ്കിൽ ആ ഒരു മെന്റൽ മാപ്പ് അത് ക്ലിയർ അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന ഒന്നാണെങ്കിൽ പിന്നെ ലക്ഷ്യത്തിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതായത് പ്രശ്നം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ നോക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ട്. അതെ, പരിഹാരം കാണാൻ പറ്റുന്നില്ല. അപ്പോ ഈ ഒരു പ്രശ്നത്തെ തെറ്റായി കാണുന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണല്ലോ ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും. നമ്മളൊരു വസ്തു, അതിന്റെ സാധാരണ ഉപയോഗം, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഒരു മടി. ഡങ്കറുടെ മെഴുകുതിരി പ്രശ്നം ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു അത്ഭുതം തോന്നും. ആ തീപ്പെട്ടിക്കൂട് അതൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാലോ എന്നോർക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം ആ തീപ്പെട്ടിക്കൂട് എന്ന് വെച്ചാല് സാധനങ്ങൾ വെക്കാനുള്ള ഒരു പെട്ടി. ആ ഒരു ചിന്ത അന്ന് ഉറച്ചുപോയി. അതെ. അതുകൊണ്ട് അതിനൊരു സ്റ്റാൻഡ് ആകാൻ പറ്റുമെന്നുള്ള ആ ഒരു പുതിയ സാധ്യത അത് നമ്മൾ കാണുന്നില്ല. അതാണ് റെപ്രസെന്റേഷൻ വളരെ ലിമിറ്റഡ് ആവുകയാണ് അവിടെ. സിമലിന്റെ കോയിൻ പ്രോബ്ലത്തിലും ഇതുപോലെയല്ലേ? 8 നാണയങ്ങൾ. അതെ, 4+4 എന്നല്ലാതെ 3+3+2 എന്നൊരു രീതി. അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല. അവിടെയും ഒരു ദയനീയ പരിമിതിയാണ്. അപ്പോ മുൻപരിചയം അത് ചിലപ്പോ നല്ലതാണെങ്കിലും ഇവിടെയൊക്കെ അതൊരു തടസ്സമാവുന്നുണ്ട്. അതാണല്ലോ ഈ ഐൻസ്റ്റെല്ലും എഫക്റ്റ് അല്ലെങ്കിൽ സെറ്റ് എഫക്റ്റ്. ശരിയാണ്. ലുച്ചിൻസിന്റെ ആ ജലപാത്ര പരീക്ഷണങ്ങൾ, അത് ഓർമ്മയില്ലേ? ഓ, ഓർമ്മയുണ്ട്. ആ BA2C എന്ന ഫോർമുല. അതെ, ആ ഒരു രീതി കുറേ പ്രശ്നങ്ങൾക്ക് ഉപയോഗിച്ച് വിജയിച്ചു കഴിയുമ്പോൾ പിന്നെ വളരെ എളുപ്പമുള്ളൊരു വഴി മുന്നിലുണ്ടെങ്കിലും ചിലപ്പോ AC മതിയാവും. എന്നാലും ആളുകൾ ആ പഴയ കോംപ്ലിക്കേറ്റഡ് വഴി തന്നെ അത് തന്നെ ഉപയോഗിക്കും. എന്താ അത്? ആ പഴയ രീതി മനസ്സിലൊരു സെറ്റായിപ്പോയി. ആ ഒരു റെപ്രസെന്റേഷൻ അത് ഭയങ്കര സ്ട്രോങ് ആയി. അപ്പോ ഒരു സാഹചര്യത്തിൽ വിജയിച്ച ആ മാപ്പ് അത് പുതിയ സാഹചര്യത്തിന് ചേർന്നതല്ലെങ്കിലും നമ്മളത് മാറ്റാൻ തയ്യാറാകുന്നില്ല. പ്രശ്നം മാറിയത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ രീതി അങ്ങ് പതിഞ്ഞുപോയി. അതെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ യൂണിറ്റ് 4ലെ സെക്ഷൻ 4.12, അതായത് അപൂർണമോ തെറ്റായതോ ആയ പ്രതിനിധാനങ്ങൾ ഉപയോഗിക്കുന്നത്, അത് പ്രശ്നപരിഹാരത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കാൻ ഷ്വാർട്സൊക്കെ പറയുന്നില്ലേ, ചാർട്ടുകളോ മറ്റോ ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന്? ഉണ്ട്. അത് ശരിക്കും ആ പ്രശ്നത്തിന്റെ ഘടന മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ ഈ നമ്പേഴ്സ് ഗെയിം അതൊരു നല്ല ഉദാഹരണമാണ്. അതെ. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഓരോ തവണ എടുത്ത് 3 എണ്ണം കൂട്ടുമ്പോൾ 15 കിട്ടണം. ഒറ്റനോട്ടത്തിൽ കുറച്ചൊന്ന് ആലോചിക്കണമല്ലേ? അതെ, സാധ്യതകളൊക്കെ ഓർത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അവിടെയാണ് റെപ്രസെന്റേഷന്റെ ഒരു മാജിക്. ആ അക്കങ്ങളെ നമ്മളൊരു 3x3 മാന്ത്രിക ചതുരത്തിൽ, ടിക് ടാക് ടോ ബോർഡ് പോലെ, അതെ, അതുപോലെ ഒന്ന് വിന്യസിച്ചു നോക്കൂ. നടുക്ക് 5, മൂലകളിൽ ഇരട്ടസംഖ്യകൾ, അങ്ങനെ. ഇപ്പൊ നോക്കിയാ ഏത് വരി, നിര അല്ലെങ്കിൽ ഡയഗണൽ കൂട്ടിയാലും 15 ആണ്. ശരിയാണല്ലോ. അപ്പോ പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെ കൂട്ടണമെന്ന്. എളുപ്പമായി ആ കളി. ആ റെപ്രസെന്റേഷൻ മാറ്റിയപ്പോ വളരെ എളുപ്പമായി. അപ്പോ ശരിക്കും പ്രശ്നം ആ ഗെയിമിന്റെ കോംപ്ലക്സിറ്റി അല്ല, നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ശരിയായൊരു മാനസിക മാതൃക അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ കണ്ടെത്തുക എന്നതാണല്ലേ വെല്ലുവിളി? അതെ, ആ മാന്ത്രിക ചതുരം കണ്ടുപിടിക്കുന്നതാണ് ടാസ്ക്. അപ്പോ നമ്മള് സൈക്കോളജി വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് ഈ തടസ്സങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഇത് എങ്ങനെയാണ് പ്രയോജനപ്പെടുക? ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റും? ഏറ്റവും പ്രധാനം നമ്മുടെ ചിന്തയിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക എന്നതാണ്. ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ്, സെറ്റ് എഫക്റ്റ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണെന്ന് തിരിച്ചറിയുക. ഒരു പ്രശ്നം വരുമ്പോ ഇതിന് വേറെ ഏതെങ്കിലും രീതിയിലൊന്ന് സമീപിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ വസ്തുവിൽ വേറെന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്നൊക്കെ സ്വയം ചോദിക്കുക. അതെ, സ്വയം ചോദിക്കുക. നമ്മൾ ചില അനുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ പ്രശ്നത്തെ
ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഗ്രാഫായോ ചാർട്ടായോ. ഓക്കെ. അതൊക്കെ പുതിയ ഇൻസൈറ്റ്സ് തരും. ഈ കോഗ്നിറ്റീവ് ബയാസുകളെ തിരിച്ചറിയാനുള്ള കഴിവ് അത് നിങ്ങൾ പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും റിസർച്ചിലായാലും തെറാപ്പിയിലായാലും എല്ലായിടത്തും ഉപകാരപ്പെടും. തീർച്ചയായും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാവും. അപ്പോ ഇന്നത്തെ ചർച്ചയിൽ നിന്നും വ്യക്തമായൊരു കാര്യം, നമ്മൾ ഒരു പ്രശ്നത്തെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത്, അത് ആ പ്രശ്നത്തിന്റെ പരിഹാരത്തെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട്. ഉണ്ട്. അപൂർണമോ അല്ലെങ്കിൽ തെറ്റായതോ ആയൊരു റെപ്രസെന്റേഷൻ അത് വലിയൊരു തടസ്സം തന്നെയാണ്. ശരിയാണ്. ഒരു കാര്യം ചെയ്യാം. നിങ്ങളിപ്പോ നിങ്ങളുടെ പഠനത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ പരിഹരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആ പ്രശ്നത്തെ ഇപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ആ ഒരു റെപ്രസെന്റേഷൻ അതിനെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ പറ്റുമോ? അതിനെ തികച്ചും വേറൊരു കണ്ണിലൂടെ, വേറൊരു ഫ്രെയിംവർക്കിലൂടെ ഒന്ന് നോക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ മുൻപ് കാണാതിരുന്ന എന്തെങ്കിലും ഒരു പുതിയ വഴി അല്ലെങ്കിൽ പരിഹാരത്തിന്റെ ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാലോ? അതൊരു നല്ല ചിന്തയാണ്. നമ്മൾ പ്രശ്നത്തെ കാണുന്ന രീതി മാറ്റിയാൽ ചിലപ്പോൾ പ്രശ്നം തന്നെ മാറിയേക്കാം. അതെ, അതൊന്ന് ക്ഷമിച്ചു നോക്കാവുന്നതാണ്. പ്രശ്നപരിഹാരത്തിലെ ഈയൊരു നിർണായക ഘടകത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. നന്ദി. ഈ വിഷയത്തിലുള്ള നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ നിങ്ങളും പങ്കുചേർന്നതിന് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം.